ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അല്ലീസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ 10 സൂറത്ത് 10 വിപത്തിനെ തടുക്കും. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സൂറത്ത് ഫത്ത്ഹാണ്. സൂറത്തുൽ ഫത്ത്ഹ് അള്ളാഹുവിൻ്റെ കോപത്തെ തടുക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹ്. എല്ലാ ദിവസവും സൂറത്തുൽ ഫത്ത്ഹ് ഓതുന്നവർക്ക് അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാവുകയില്ല. രണ്ടാമത്തത് സൂറത്തു യാസീൻ. അന്ത്യനാളിലെ ദാഹത്തെ തടുക്കുന്നതാണ് സൂറത്ത് യാസീൻ. മൂന്നാമത്തെ സൂറത്ത് ദുഃഖാൻ. സൂറത്ത് ദുഃഖാൻ അന്ത്യനാളിലെ ഭയാനകതയെ തടുക്കുന്ന സൂറത്താണ്. ഇനി അടുത്തതായിട്ട് സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും തടുക്കുന്ന സൂറത്താണ്. അടുത്തതായിട്ട് സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയെ തടുക്കും. ഖബറിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശിക്ഷകളെ ഭയപ്പെടാതിരിക്കണമെങ്കിൽ സൂറത്തുൽ മുൽക്ക് പതിവായി പാരായണം ചെയ്യുക. അടുത്തതാണ് സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ എതിരാളികളെ തടുക്കും. അതായത് നമുക്കുള്ള ശത്രുക്കളെയെല്ലാം പരാജയപ്പെടുത്തും, അവരെ തടുക്കും. അതാണ് സൂറത്തുൽ കൗസർ. അടുത്തതായിട്ട് സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂൻ ഓതുന്നവർക്ക് മരണസമയത്ത് ശൈത്വാന്റെ ശർറുണ്ടാവുകയില്ല. മരണസമയം ശൈത്വാനെ തടുക്കുന്നതിന് സൂറത്തുൽ കാഫിറൂൻ പതിവായി പാരായണം ചെയ്യുക. അടുത്തതായിട്ട് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് കാപട്യത്തെ തടുക്കുന്ന സൂറത്താണ്. ഇത് മുടങ്ങാതെ പാരായണം ചെയ്യുന്നവർക്ക് കാപട്യത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് സൂറത്തുൽ ഫലക്ക്. സൂറത്തുൽ ഫലക്ക് അസൂയയെ തടുക്കും. മറ്റുള്ളവരുടെ അസൂയയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ പതിവായി സൂറത്തുൽ ഫലക്ക് പാരായണം ചെയ്യുക. അടുത്തതായിട്ട് സൂറത്തുൻ നാസ്. വസ്വാസിനെ തടുക്കുന്ന സൂറത്താണ് സൂറത്തുൻ നാസ്. അറിയാനും പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സൂറത്തുകൾ പതിവായി പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിബറക്കത്തി സയ്യിദിന വ ഷഫീന മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും.